ഞാനുണ്ടല്ല ഈ ചക്കിന് വെച്ചത് കൊക്കിന് വേണ്ടിന്നാണ്ട് കേൾക്കലില്ല. ആ അവസ്ഥയാണ് കേട്ടോ ഇന്ന് തന്നെ എനിക്ക് ഉണ്ടായിന്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിന്. നമ്മളെ നാളെന്നല്ല ഏതോ ഇംഗ്ലീഷ് അറിയതോ ആള് നല്ലൊരു വെറൈറ്റി ഐറ്റം. ഞാൻ അതിനാട്ടോ ഇന്നിങ്ങനെ ഇറങ്ങി തിരിച്ചിന്. ആ സാധനം ടേസ്റ്റ് ഒന്നല്ല എന്നെ ഇതാക്കിന്, ആകർഷിച്ചിന്. അതിൻ്റെ ലുക്കാണ് കേട്ടോ. ഭയങ്കര പ്രതീക്ഷയോടെ കേട്ടോ തുടങ്ങിനി. പക്ഷെ എന്നിട്ട് വേസ്റ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ വീഡിയോ ആക്കിയത്. വേറൊരു സാധനം കിട്ടി. ഒന്ന് പോയോണ്ട് വേറൊന്ന് കിട്ടിയിട്ടുണ്ട് അതിനേക്കാൾ സൂപ്പറായിട്ട് ടേസ്റ്റിൽ. ഞാനല്ല അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തൊരു 3 ഉരുളക്കിഴങ്ങ് വന്നിട്ടാ. അത് നല്ലോണം ഒന്ന് കുക്കറിൽ 2 വിസിൽ വേവിച്ച് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം ഇല്ലേ ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്ത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ലേ ഷവർമൻ്റെ പൗഡറാണ് കേട്ടോ. എനിക്കില്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും പൗഡർ കാര്യങ്ങൾ ചെയ്തില്ലേ എന്തിനും. ഇനിയിപ്പോൾ ഇത് ഇടാൻ ബാക്കി സാമ്പാറിനൊറ്റയ്ക്കേ തോന്നില്ലൂ, ബാക്കി എല്ലാത്തിനും കൊണ്ടുപോയിട്ട് കിട്ടും. ചിക്കൻ പൊരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട്. പിന്നെ ഞാൻ എന്ത് ഐറ്റംസ് ഉണ്ടാക്കും മറക്കാതെ ഇടുന്നൊരു സാധനമാണ് മാഗി പൗഡർ. ഇതിപ്പോൾ മാഗിൻ്റെ അല്ല, വേറെ ഏതോ നൂഡിൽസിൻ്റെ കമ്പിൻ്റെ പൗഡറാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇതെല്ലാം ഇട്ട് കൊടുത്തോണ്ട് തന്നെ ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സിങ് തുടങ്ങി തരാൻ എനിക്കൊന്ന് ഓർമ്മ വന്നത് ഇനി മെയിനായിട്ടൊന്നും വേണ്ട സാധനം ഞാൻ വിട്ടുപോയി. എന്തെന്നറിയാം, കോൺഫ്ലവറിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മളെ ഈ മാവ് ഇങ്ങനെ ടൈറ്റ് ആകുന്ന രീതിയിൽ, ഇങ്ങനെ ഓവർ സ്റ്റിക്കിയൊക്കെ ആവാത്ത രീതിയിലില്ലേ അത്രക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇത്ര കറക്റ്റായിട്ട് എനിക്ക് അളവ് അറിയുന്നില്ല. അപ്പം ഇത് നല്ല പുട്ട് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ല നമുക്ക് ലേസോ ബ്രെഡ് ക്രംസോ എന്തും ആണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കുറുക്കുറു പോലത്തെ ഒന്നാട്ടോ എടുത്തിന്. ഇത് നമുക്കില്ലേ ഒരു ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം, ലേസാണോ ഒമാൻ ബഫ്ക്കിയാണോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമില്ല എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് എടുത്തിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എൻ്റെ കയ്യിലിപ്പോൾ ഇത് ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഇല്ലയോ. ഇനിയാണ് നമ്മളെ മെയിൻ കലാപരിപാടി, അതിലേക്ക് നമുക്ക് പോവാട്ടോ. എൻ്റെ കയ്യിൽ ഈ ട്രൈപ്പോണും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാൻഡായിട്ട് എന്ത് വെക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എന്ന ടേബിൾ മേലെ 2 അച്ചാറിൻ്റെ ഡബ്ബ ഉണ്ട്. ഞാൻ എനിക്ക് അടിപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഫോം വെച്ച് കൊടുത്തിട്ടില്ല. ആദ്യം ഇതാ ചെറിയൊരു റോളാക്കിയിട്ട് അതിലിങ്ങനെ നെടുക്കൊന്ന് ആക്കി കൊടുക്കുക. എന്താണെന്നറിയാം ഉണ്ടാക്കുന്നത്, അത് കണ്ടിട്ട് പറഞ്ഞാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്താണ് സംഭവം എന്ന്. അതിങ്ങനെ ഉരുട്ടി ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ മോനില്ലേ ഈ ഉണ്ടാക്കുന്ന ടൈം എന്നെ ഇടങ്ങേറാക്കി കൊന്നു. അപ്പം ഇങ്ങനെ പ്രഷർ കയറി. ക്ഷമയില്ലാത്ത നമുക്ക് പറഞ്ഞ പണിയൊന്നല്ല കേട്ടോ ഇത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തേലും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വറുത്തെന്നാ വേണ്ടത്, നടന്നില്ല. ഞാൻ ആദ്യം ഇത് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ കഴിയുന്നത്. ക്ലേ ഉണ്ടായിനി, ക്ലേയോട് കറക്റ്റ് യൂട്യൂബൊക്കെ നോക്കി കറക്റ്റ് ആ ഷേപ്പെല്ലാം ആക്കി എടുത്തിന്. എന്നിട്ട് എങ്ങനെയെങ്കിലായിട്ട് ഇതൊന്നും ആക്കിയെടുക്കാമെന്ന് ഒറ്റ നിന്നതാ. അപ്പോഴേക്ക് മോനിങ്ങനെ ഇടങ്ങേറാക്കി എനിക്കെന്തോ പ്രാന്തെല്ലാം വന്ന് ഞാൻ എന്നിട്ട് സ്റ്റോപ്പാക്കിയതാണ്. ഞാൻ ഈ സ്റ്റോപ്പാക്കിയെടുത്തുനിന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് തുടങ്ങാം കേട്ടോ. എനിക്ക് പിന്നെ ഒന്നും ടൈമില്ല, സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, ഒറ്റക്കായതുകൊണ്ട് നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, സമയം പോവാത്ത ആളാണെങ്കിലില്ലേ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലേ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണേ. സൂപ്പർ സാധനമാണ്, വെറൈറ്റി ആണെന്നല്ല. ഈ പൊട്ടാറ്റോനോട് എന്തെന്നറിയാം ആക്കാൻ പോയിനി നല്ലൊരു പട്ടിക്കുട്ടിയാണ്. എന്ത് പാങ്ങുണ്ടായെന്നറിയാം, നല്ല ടെഡി ബിയറെല്ലാം പോലത്തെ ബ്രെഡ് ക്രം ആ കുക്കുറിൻ്റെ ക്രംസൊക്കെ ഇട്ടിട്ട് നല്ല മൂക്കും കണ്ണൊക്കെ കടുവെല്ലാം വെച്ച് കൊടുത്തിട്ട് നല്ല ലുക്കിലെ സാധനം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചതാണ്. വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരിതുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ലാസ്റ്റ് എല്ലാം ഒന്നും കൂടി ലെവലാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 4 എണ്ണാട്ടം ഞാൻ ഉണ്ടാക്കിയിനിത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈമുണ്ടായിനി. ഇതില്ല നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല സംഭവം ഹെൽത്തിയും കൂടിയാണ്. ഈ മാഗി പൗഡറൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഈ പൊട്ടറ്റോ കോൺഫ്ലവറൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ വെറൈറ്റി ആകുമ്പോൾ ചിലപ്പോൾ കഴിക്കുമല്ല. ആ രീതിക്കാട്ടോ ഞാൻ തുടങ്ങിയിന്. പക്ഷേ എനിക്ക് സാഹചര്യം എന്നെ വിട്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഈ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ലൈസിൻ്റെ ക്രംസില്ലേ അത് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫുള്ള് കളറൊക്കെ മാറ്റിയിട്ട് ആ ഒരു ലൈസിൻ്റെ ആ കളറായിട്ട് വരും. പിന്നെ ഇതാ എൻ്റെ മോന് ഉണ്ടാക്കാൻ വിട്ടിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കി 4-5 എണ്ണം എങ്ങനെയല്ലോ ആക്കിയത്. പിന്നെ ഇതായിട്ട് എന്തിനാടെ ആക്കി വെക്കുന്നിട്ട് ഇതും കൂടി മിക്സാക്കി വെച്ച്. എന്നിട്ട് നേരെ ഇതെല്ലാം കൊണ്ടുപോയിട്ട്
പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരിക്കും. നമ്മൾ കുർക്കുറിൻ്റെ ഷേപ്പല്ലില്ലേ അതുപോലെ ആക്കിയെടുത്തിട്ടാ. പക്ഷേ ഇത് അടിപൊളി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, ഇല്ല പറയാമല്ലോ. ഒന്ന് പോയെങ്കിൽ ഞാനില്ലേ മാക്സിമം ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് കളയൂല. ഞാൻ എന്തെങ്കിലും ആക്കിയിട്ട് ഇതിൻ്റെ ഹോട്ടലാറിലും ഡ്യൂപ്ലിക്കേറ്റ് പണിയെടുക്കൂലേ, ഞാൻ ആ പണിയെടുക്കില്ലാന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതാ ഇതിങ്ങനെ നല്ല കുറുക്കുറു പോലെ പൊരിച്ചെടുത്തിട്ടുണ്ടായി, നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റല്ലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും കഴിക്കാൻ നല്ല പാങ്ങുണ്ട്. വെച്ചാൽ മാഗി പൗഡറും ഷവർമൻ്റെ പൊടിയൊക്കെ ഇട്ടല്ലേ, അപ്പം നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടായിനി. അപ്പം ഇല്ലേ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എന്തെങ്കിലും ചെയ്യണം കേട്ടോ. എന്നാൽ ഓക്കെ.